ആസ് എ ക്യാമറമാൻ ഏറ്റവും ഫേവറേറ്റ് ഒരു ക്യാമറ ഏതാണ്? എനിക്കെല്ലാം ഫേവറേറ്റ് ആണ്. അല്ല ബെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ? ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാർ യൂസ്ഫുള്ളായിരിക്കും. പക്ഷേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് സോണിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സിനിമ എടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു സിനിലൈൻ ക്യാമറ പറഞ്ഞ് ഞാൻ സോണി എന്ന് പറയുള്ളൂ, സോണി വെനീസ് 2 അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് സോണിയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള ഡാർക്ക് ജേണൽസ് എടുക്കാൻ ഐ തിങ്ക് സോണി ഈസ് ബെസ്റ്റ്. ഇത് എൻ്റെ സജഷൻ ആണ്, ബാക്കി എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. ഡോക്യുമെന്ററീസും സോണി ഈസ് ഓൾവേസ് ബെറ്റർ ബിക്കോസ് കാനൺ പോലെ അല്ല സോണി. കാരണം സോണി എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്, ഈസിയാണ്. ഇല്ല, വൈൽ കമ്പയറിംഗ് ടു അതേഴ്സ് ഇറ്റ്സ് ഓക്കെ. അത് നമുക്കൊരു ആക്ച്വലി കോസ്റ്റ്ലി എന്ന് പറയില്ല. നമുക്കതൊരു ഫിക്സഡ് ഇൻകം തരുന്ന സാധനമാണ്, അല്ലെങ്കിൽ അതൊരു ലയബിലിറ്റി അല്ല, അതൊരു അസറ്റാണ് ആക്ച്വലി. നമ്മളിപ്പോൾ ഒരു ക്യാമറ അതിൻ്റെ ഒരു ഫുൾ കിറ്റ് ലെൻസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്ര കാലം കൂടെ യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യും പോലെ ഇരിക്കും. വിയർ ആൻഡ് ടെയർ ഹാപ്പൻസ്, ലൈക്ക് ആ ഒരു സാധനം വരും, യൂസ് ചെയ്യുന്നതോറും ഉള്ള സാധനങ്ങൾ വരും, പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യും പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ക്യാമറ സോണിയാണ്. കാരണം ഞാൻ ആക്ച്വലി ക്യാനണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ക്യാമറ ഞാൻ യൂസ് ചെയ്തത് ഐ തിങ്ക് ക്യാനൺ 70D, പിന്നെ 6D, പിന്നെ 5D Mark IV, പിന്നെ 1DX2. അന്ന് ആ സമയത്ത് 1DX Mark II ഒക്കെ ഇറങ്ങിയ സമയത്താണ് സോണി അതൊരു RX10 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ മിറർലെസ്സിലെ റെവല്യൂഷൻ കൊണ്ടുവന്ന സമയത്തേക്ക് ഞാൻ അങ്ങോട്ട് ചാടി. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു സോണി. ഈസ് ലൈക്ക് എന്ന് വെച്ചാൽ ബാക്കി ക്യാമറ മോശമല്ല. ഇല്ല, അങ്ങനെയല്ല. സി ക്യാനൺ ഈസ് ലൈക്ക് സ്റ്റിൽ ഇൻ മൈ ലിസ്റ്റ് ബട്ട് നോട്ട് ആസ് ലൈക്ക് സോണി. സോ അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ക്യാനൺ ഈസ് ലൈക്ക് ബെറ്റർ ഫോർ സ്റ്റിൽ. ഐ തിങ്ക് സോണി ഈസ് ബെറ്റർ ഫോർ വീഡിയോ. നിക്കോൺ ആണെങ്കിലും ലൈക്ക് ഇറ്റ്സ് നൈഗൺ, ലൈക്ക് അത് വൈൽഡ് ലൈഫിന് അടിപൊളിയാണ് നിക്കോൺ, അതിൻ്റെ സാച്ചുറേഷൻ ഐ ലൈക്ക് ദാറ്റ്. പക്ഷേ ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, എവറിത്തിങ് ഐ ലൈക്ക് സോണി. ആൻഡ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ആരിയിൽ ഷൂട്ട് ചെയ്യുള്ളൂ, ആരി SX-T ഓർ LF whatever. നമ്മുടെ ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഡയറക്ടറുടെ നിന്നുള്ളൊരു ഇതില് എല്ലാം ആക്ച്വലി പുതിയ ആക്ടേഴ്സ് ആണ്, ലൈക്ക് എല്ലാം പുതുമകളാണ്. നമ്മുടെ പ്രിയങ്ക ചേച്ചി ഉണ്ടല്ലോ, ഉണ്ട്. പുള്ളിക്കാരത്തി എക്സ്പീരിയൻസ് ആണ്. പുള്ളിക്കാരത്തി അറിയില്ല. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പറയണ്ട, ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഷോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഓക്കെ അരുൺ ഇതല്ലേ, ഓക്കെ എന്താണ് വേണ്ടത്, ഇങ്ങനെ പുള്ളിക്കാർ ചോദിക്കും. എന്താണ് വിഷമാണോ ആക്ച്വലി? അപ്പോൾ പുള്ളിക്കാർ ഇങ്ങനെ പറയും, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സീനാണ്, ഇപ്പോൾ മുഖത്ത് ഈ സാധനമാണ് പറയുമ്പോൾ ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ കണ്ണടച്ച് കുറച്ച് നിന്നിട്ട് റെഡി. ആ റെഡി പറയുമ്പോൾ ഞാൻ റോൾ ചെയ്താൽ മതി, സെറ്റാണ്. പിന്നെ ആ സാധനം പൊക്കണം. പുള്ളിക്കാരത്തി നമുക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ബാക്കിയുണ്ടെന്ന കൂടെ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ പോലും പുള്ളിക്കാരത്തെ അവിടെ ഒരു ധൈര്യം കൊടുത്തു. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ആലോചിക്കേണ്ട, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ആലോചിച്ച് അഭിനയിച്ചോ എന്നുള്ള രീതി പറഞ്ഞ് അവർക്കായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻറ്റ് കൊടുത്തു. അങ്ങനെ അവർ വർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ പറയാം, ഈ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ സെയിം ക്രൂ തന്നെയാണ്, കാസ്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് അവർക്ക് അറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പം പിന്നെ പുള്ളി സ്ക്രിപ്റ്റിൽ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ഡയറക്ടർ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ പറയാം, എടാ എനിക്ക് ഈ എക്സ്പ്രഷൻ, ഈ സാധനം, അത് പക്ഷേ ആർട്ടിസ്റ്റുകൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടെൻഷൻ ആക്ച്വലി നമുക്ക് എല്ലാം ഒരു പുതുമുഖങ്ങളാണ് അവർ ചെയ്ത് തെറ്റി കൊളാക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോട്ട് ലൈക്ക് എവറി ഫിലിം അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ ഈ പടം ആക്ച്വലി 1.5 മാസം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. ഈ സിനിമ എല്ലാം ഷൂട്ട് ഒറ്റ ക്യാമറ വെച്ചാണോ അതോ? യെസ്, ഒറ്റ ക്യാമറ. ഈ പടത്തിൽ ഒറ്റ ക്യാമറ ക്ലോസും വൈഡും മിഡും എല്ലാം പോയി ഒറ്റ ക്യാമറയിലാണ്. കുറച്ച് ചലഞ്ചിങ് ആണ്. കാരണം ഞാനൊരു വൈഡ് ഷോട്ട് എടുക്കണം, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ ക്ലോസിൽ പോകണം. സോ ഇനിഷ്യലി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ സീനിയുടെ ലൈറ്റിംഗ് ഞാൻ ഓൾറെഡി ചെയ്തിടും. എന്നിട്ട് അടുത്ത സീനിലുള്ള ലൈറ്റിംഗ് ഞാൻ എൻ്റെ അസോസിയേറ്റ്സിന് വേണ്ടി അവിടെ സെറ്റാക്കിയിടും. സോ ഞാൻ ആദ്യം മൊത്തം മാസ്റ്റർ മൊത്തം വൈഡ് മൊത്തം ഈ ഒരു ഷോട്ടിൽ പോയിട്ട് അതിന് തന്നെ എൻ്റെ അസോസിയേറ്റ്സിനെ വെച്ചിട്ട് ഞാൻ നേരെ എൻ്റെ ക്യാമറ വീണ്ടും കൊണ്ടുവന്ന് ക്ലോസിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ എടുക്കും. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവരും തെറ്റിക്കാതെ ചെയ്യണം, എന്നാൽ മാത്രമേ ആ സാധനം പറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ 2 ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യണം. കാരണം ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ മാക്സിമം നമ്മൾ പെട്ടെന്ന് തീർത്തു. കാരണം നമ്മൾ ഡേ ആൻഡ് നൈറ്റ് പോയി, ഇതിൽ മോസ്റ്റ്ലി 90% ഡേ ആൻഡ് നൈറ്റാണ് പോയിരിക്കുന്നത്. കാരണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ആർട്ടിസ്റ്റുകളെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് എനിക്ക് തലവേദനയില്ലായിരുന്നു. ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറേ ഡേക്ക് പോയി, ഇത് 1 വർഷം അല്ലെങ്കിൽ പടം കഴിയത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നമ്മളൊരു 1.5 മാസം കൊണ്ട് ഷൂട്ട് തീർത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പോസ്റ്റ് പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളാണ്, പാച്ച് ഷൂട്ട്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു.